നിങ്ങൾ സൂപ്പർ മാർക്കറ്റിലോ ഹൈപ്പർ മാർക്കറ്റിലോ റീസെൻ്റ്ലി പോകുന്ന സമയത്ത് ഈ കിസാൻ കെച്ചപ്പിൻ്റെ ബോട്ടിൽ മാത്രം തലകുത്തി വെച്ചിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശ്രദ്ധിച്ച ആൾക്കാർ എന്തിനാണെന്നത് ആലോചിച്ചിട്ടുണ്ടോ? ചില ആൾക്കാർക്ക് ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാകും ഒരുപാട് ബോട്ടിൽ നേരെ നിൽക്കില്ല, അപ്പോൾ തലകുത്തി വെക്കുന്ന സമയത്ത് കുറച്ചും കൂടി അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണെന്നുള്ളത്. ശരിക്കും അതും ഒരു കാരണമാണ്. അതുകൂടാതെ വളരെ ബ്രില്യൻ്റ് ആയിട്ട് ഒരു സ്ട്രാറ്റജി അതിൻ്റെ പിന്നിലുണ്ട്. നമുക്കറിയാം ഈ കിസാൻ ഈ സോസ് നമ്മുടെ പ്ലേറ്റിലേക്ക് ആക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഹെക്ടിക് ആയിട്ടൊരു ടാസ്ക്കാണ്. കുറേ നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിലേക്കാണെങ്കിൽ നമ്മൾ ഞെക്കി പിഴിഞ്ഞൊക്കെയാണ് എടുക്കുക. അതൊരു ഗ്ലാസിൻ്റെ ബോട്ടിലാണെങ്കിൽ കുറച്ചും കൂടി ടാസ്ക്കാണ് അത് നമ്മുടെ പ്ലേറ്റിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെയാണ് വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള സൊല്യൂഷൻ ആയിട്ട് നമ്മുടെ കിസാൻ കെച്ചപ്പ് വന്നത്. നമുക്കറിയാം ഈ ബോട്ടിൽ തലവെച്ച് തിരിച്ച് വെക്കുന്ന സമയത്ത് സോസ് വളരെ ഈസി ആയിട്ട് ഇതിൻ്റെ താഴേക്ക് വരികയും നമുക്ക് പ്ലേറ്റിലേക്ക് എടുക്കാൻ വേണ്ടി വളരെ എളുപ്പമായിരിക്കും. ഇതെങ്ങനെയാണ് അവരുടെ ബിസിനസ്സിൻ്റെ ഗ്രോത്ത് ക്രിയേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമ്മുടെ പ്ലേറ്റിലേക്ക് ഇത് വരുന്ന സമയത്ത് ഇതിൻ്റെ ക്വാണ്ടിറ്റി നമ്മുടെ പ്ലേറ്റിലേക്ക് വരുന്നത് കൂടുകയും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കിസാൻ കെച്ചപ്പ് തീരാൻ അത് റീസൺ ആവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അവരുടെ സെയിൽസ് ഉണ്ടായ ഗ്രോത്ത് എന്ന് പറയുന്നത് 20% ആണ് വെറും 6 മാസം കൊണ്ട്. അത് മാത്രമല്ല മാർക്കറ്റ് ഷെയറിലുണ്ടായ ഗ്രോത്ത് എന്ന് പറയുന്നത് 30% ആണ്. ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഒരു പ്രോബ്ലത്തിനുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള സൊല്യൂഷൻ കൊണ്ടുവരുന്ന സമയത്ത് അത് എത്ര പ്രോഗ്രസീവ് ആയിട്ടാണ് ബിസിനസ്സിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. സോ every time what you need is creative solution and innovative solution to your problem.